നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വലിയ അലയൊലികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. BJP കേരളത്തിൽ 20 മുതൽ 30 വരെ സീറ്റുകൾ വിജയിക്കുമെന്ന് BJP അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഒപ്പീനിയൻ പോളുകളൊക്കെ തന്നെ ഒരു 10 സീറ്റ് വരെ BJPക്ക് വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതിൽ നിർണായകമായ ചില സീറ്റുകളുടെ കാര്യത്തിലുള്ള ചില ചർച്ചകളാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത്. അതിൽ ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിക്കും? കഴിഞ്ഞ ദിവസവും ഞാൻ ചില മാധ്യമങ്ങൾ കണ്ടതുപോലെ ശോഭാ സുരേന്ദ്രന് ചെങ്ങന്നൂരാണോ കായംകുളമാണോ സേഫ്, ശോഭ എവിടെ മത്സരിച്ചാൽ വിജയിക്കാൻ സാധ്യത പറഞ്ഞു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഏറെക്കുറെ കായംകുളത്ത് മത്സരിക്കാനുള്ള സാഹചര്യത്തിലേക്ക് വരികയാണ്. എന്താണ് കായംകുളം ശോഭാ സുരേന്ദ്രന് ഒരു വിജയ പ്രതീക്ഷ നൽകുന്ന ഘടകം? കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലെ പോളിംഗ് ആണ് പ്രധാനപ്പെട്ട ബെഞ്ച് മാർക്ക്. BJP 2ാം സ്ഥാനത്തോട്ട് വന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കായംകുളം. അതും 2ാം സ്ഥാനത്തേക്ക് വന്നു എന്ന് പറയുമ്പോഴത്തേക്കും KC വേണുഗോപാലും ശോഭാ സുരേന്ദ്രൻ തമ്മിലുള്ള വ്യത്യാസം 2100 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ്. അത് ലോക്സഭാ ഇലക്ഷനിൽ 3 സമാസമമായിരുന്നു. 50,000-നടുത്ത് വോട്ട്, 50,000 പ്ലസ് വോട്ട് KC വേണുഗോപാൽ നേടുന്നു. 48,700 വോട്ട് ശോഭ നേടുന്നു. പിന്നെ 48,020 വോട്ട് പക്ഷെ 3 പേരും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ വന്ന ഒരു മണ്ഡലം കായംകുളമാണ്. പക്ഷെ ഇഞ്ചോടിഞ്ച് പോരാട്ടം 3 മുന്നണികളും നടത്തിയ ഒരു മണ്ഡലം. അത് ആലപ്പുഴ ജില്ലയിൽ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ശോഭ 2ാം സ്ഥാനത്ത് വന്ന വേറെ മണ്ഡലം ഹരിപ്പാടാണ്. പക്ഷെ ഹരിപ്പാടിനേക്കാൾ കുറച്ചുകൂടെ ശോഭയ്ക്ക് പറ്റിയ മണ്ഡലം കായംകുളമായിരിക്കും. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ശോഭ ഒരു സ്ത്രീയാണ്. അപ്പം സ്ത്രീ വോട്ടർമാർക്കിടയിലോട്ട് കാര്യമായിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. സാധാരണ മധ്യവർഗ സ്ത്രീകൾക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതെ, അവിടെ ആ സ്ത്രീകളാണെങ്കിൽ ജാതി നോക്കാറില്ല, മതം നോക്കാറില്ല. അവർക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ്. പ്രത്യേകിച്ച് ഹിന്ദു സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു ബെനിഫിറ്റ് ശോഭയ്ക്ക് എല്ലാ കാലത്തും കിട്ടിയിട്ടുണ്ട്. നമ്മൾ പരിശോധിച്ച് നോക്കുക. ആറ്റിങ്ങൽ മത്സരിച്ചപ്പോഴും അതുപോലെ കഴക്കൂടം മത്സരിച്ചപ്പോഴും എല്ലാം കിട്ടിയിട്ടുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് ഈ പറയുന്ന ആലപ്പുഴയിൽ. എവിടെ മത്സരിച്ചു അവിടെ എല്ലാം വോട്ട് കൂട്ടിയ ഒരു BJP നേതാവ് കേരളത്തിലെ ശോഭയായിരിക്കും. ബാക്കി ആർക്കും ആ റെക്കോർഡ് പറയാൻ പറ്റത്തില്ലെന്ന് എന്റെ മനസ്സിലായി. അപ്പം ശോഭയ്ക്ക് ഏറ്റവും പറ്റിയ മണ്ഡലം കായംകുളമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ചോദ്യം വരുന്ന അവിടെയല്ല ഈ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം നിയമസഭാ ഇലക്ഷന്റെ ഒരു കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ 2 തവണയും 65,000-ന് മുകളിൽ വോട്ട് പിടിച്ചിട്ടാണ് പ്രതിഭ കായംകുളത്ത്. കഴിഞ്ഞ തവണ 77,348 വോട്ടാണ് 2021. 77,000. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി 71,038 വോട്ട് നേടിയിട്ടുണ്ട്. ഹരിത ബാബു. അവിടെ BDJS-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഒരു പ്രദീപ് ലാൽ. 11,413 വോട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അച്യുത് അത് പറയുമ്പോൾ ഞാൻ ഈ 2021 വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആ കണക്കുകൾ വെച്ച് വേണമെങ്കിൽ നമുക്ക് നിങ്ങൾ ശോഭയുടെ സാധ്യത നമുക്ക് പ്രതിരോധിക്കാം. പക്ഷെ ഞാൻ അതിന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. അവിടെ വന്നപ്പോ ഈ ഈക്വൽ സമാസമാണ്. പക്ഷെ അതിനകത്ത് വേറെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് BDJS ആണ്, ഇത് BJP. അല്ല ഞാൻ പറഞ്ഞു 40 അത് BDJS കാര്യമുണ്ട്. നമ്മൾ അതിനെ കളഞ്ഞു. 2024 വന്നപ്പോൾ ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനത്ത് വന്നു. ഇപ്പോ ശോഭാ സുരേന്ദ്രനെ ഏറ്റവും അധികം ശോഭാ സുരേന്ദ്രന്റെ പിന്നിൽ നിൽക്കുന്ന ഒരു ജാതി സംഘടന എന്ന് പറയുന്നത് SNDP ആണ്. ശോഭാ സുരേന്ദ്രനോട് SNDPക്ക് ഒരു എതിർപ്പില്ല. BJPയോട് എതിർപ്പുണ്ടെങ്കിൽ പോലും വെള്ളാപ്പള്ളി നടേശനോ പ്രീതി നടേശനോ തുഷാർ വെള്ളാപ്പള്ളിക്കോ ശോഭാ സുരേന്ദ്രനോട് എതിർപ്പില്ല. നേരത്തെ അച്യുത് പറഞ്ഞ സ്ത്രീകൾക്ക് ഏറ്റവും സ്വീകാര്യമായ വ്യക്തി, ഇടതുപക്ഷത്തിന്റെ 2 തവണത്തെ MLA ആയ പ്രതിഭയ്ക്കെതിരെയുള്ള പ്രാദേശികമായ ചില എതിർപ്പുകൾ, കോൺഗ്രസിലെ സ്ഥാനാർത്ഥികളായതിലുള്ള ചില അസ്വാരസ്യങ്ങൾ അതിപ്പോഴും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ. 2, ആലപ്പുഴയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയ വലിയൊരു ഓളം, 6-8 പഞ്ചായത്തുകൾ ആലപ്പുഴയിൽ മാത്രം. ഇതെല്ലാം ചേർത്ത് വയ്ക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനും വേണ്ട SNDP യോഗം ശോഭാ സുരേന്ദ്രന്റെ വോട്ട് ചെയ്യണം, ഞങ്ങളുടെ ഒരാള് നിയമസഭയിലേക്ക് പോകണം കായംകുളത്ത് നിന്ന് ചിന്തിച്ചാൽ ഈ നമ്മൾ 21 പറഞ്ഞ ഈ പറയുന്ന ഗ്രാഫുകളൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ശോഭയ്ക്ക് വിജയിക്കാൻ കഴിയില്ല എന്നാണ് എന്റെ ചോദ്യം. SNDP യോഗം പരിപൂർണമായിട്ട് ഒരു എൻ ബ്ലോക്കായിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ശോഭയെ ജയിക്കത്തുള്ളൂ. അത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആര് മത്സരിക്കും എന്നുള്ളതാണ്. പ്രതിഭ വീണ്ടും മത്സരിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. VS അച്യുതാനന്ദന്റെ മകന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്. കോൺഗ്രസിന് വേണ്ടി ആരും മത്സരിക്കുന്ന കാര്യം തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ മത്സരിച്ച് ഹരിത ബാബുവിന് സീറ്റ് കൊടുക്കുമെന്ന് മനസ്സിലായിട്ടില്ല. മുൻ IS ഉദ്യോഗസ്ഥനായ വിജു പ്രഭാകറുണ്ട്, പഴയ ധനകാര്യമന്ത്രി തച്ചടി പ്രഭാകരൻ. അവിടുന്ന് കായംകുളത്ത് നിന്ന് ജയിച്ച് ധനകാര്യമന്ത്രിയായത്. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണമെന്ന്
കോൺഗ്രസ് കോൺഗ്രസ് ആണ് സീറ്റ് കൊടുക്കുന്ന പറഞ്ഞ സാധനം കടന്നു കൊടുക്കുന്നുണ്ട്. അപ്പൊ മുൻ മന്ത്രിമാരുടെ മക്കൾ എന്ന രീതിയിലുള്ള ഒരു സാധനം വേറെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ ശോഭ കഴിഞ്ഞ ഒരു 2024 ലോക്സഭ ഇലക്ഷന് 6 മാസം മുൻപ് ആലപ്പുഴ എത്തി. അവിടുന്ന് പിന്നെ ആലപ്പുഴയിൽ നിന്ന് പിന്നെ പുള്ളിക്കാരി ഇറങ്ങിയിട്ടില്ല, പ്രവർത്തിച്ചിട്ടുണ്ട്. എന്റെ മണ്ഡലം കായംകുളമായതുകൊണ്ട് ചേർത്ത് പറയാണ് പുള്ളിക്കാരി ആ മണ്ഡലത്തിൽ ആക്റ്റീവാണ്. അതുകൊണ്ട് ഗുണമുണ്ടായി ഈ തദ്ദേശ ഗുണമുണ്ടായി. പക്ഷെ സാധാരണ തദ്ദേശ ഇലക്ഷനിൽ കിട്ടുന്ന വോട്ടല്ല ഇത്തവണ BJPക്ക് കായംകുളത്ത് കിട്ടുക. അതിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് 2024 കായംകുളത്തെ CPM വലിയൊരു പാഠമായിരുന്നു. 3ാം സ്ഥാനത്തേക്ക് പോകുന്നു ഒരൊറ്റ മനുഷ്യൻ വിചാരിച്ചു. കോട്ടയാണ് വെച്ചാൽ ഒരു കാരണവശാലും പാട്ട് പുറമോട്ട് പോകാത്ത ഒരു മണ്ഡലത്തില് 3ാം സ്ഥാനത്തേക്ക് വീഴുമെന്ന് ആരും പ്രതീക്ഷ. അതും ആരിഫ് 3ാം സ്ഥാനം. ജനകീയം എന്ന് പറയുന്നില്ല, പക്ഷെ 2019 ആരിഫ് മാത്രമേ ജയിച്ചുള്ളൂ. ആരിഫിനെ ജയിപ്പിക്കുന്നത് കായംകുളം ചേർത്തലയാണ്. ആ 2 മണ്ഡലത്തിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും പുള്ളിക്കാരൻ 2ാമതായിരുന്നു. അപ്പം അവിടെ കിട്ടിയ വോട്ടാണ് എന്ന് വെച്ചാൽ കായംകുളത്ത് കിട്ടിയ വോട്ടാണ് ആരിഫിനെ MP ആക്കുന്നത്. അവിടെ 3ാം സ്ഥാനത്തേക്ക് ആരിഫ് വീഴുമെന്ന് ആരും പ്രതീക്ഷയില്ല. അത് വെച്ചാൽ 2021 77,000 വോട്ട് പിടിച്ചെടുത്ത് 48,000 വോട്ട് മാത്രമേ വന്നുള്ളൂ. 30,000-നടുത്ത് വോട്ട് കുറഞ്ഞു. അത് വലിയൊരു അടിയായി. ഒരുപാട് ചർച്ച വന്നു, ഒരുപാട് അന്വേഷണം നടത്തി. അതിൻ്റെ ഒരു ഇമ്പാക്ട് CPM-നകത്തുണ്ട്. അതുകൊണ്ടാണ് ഇത്തവണത്തെ തദ്ദേശ ഇലക്ഷൻ കണക്ക് വരുമ്പോഴത്തേക്കും കായംകുളത്ത് CPM മുന്നോട്ട് കയറിയിട്ടുണ്ട്. ആ ഒരു കാര്യം മാത്രമാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ. SNDPയുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ ശോഭയ്ക്ക് ജയിക്കാം. ശോഭയ്ക്ക് ജയിക്കാൻ പറ്റും. അതാണ് അടുത്ത പോയിന്റ്. BJP വേറൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ കായംകുളത്ത് ജയിക്കത്തില്ല. കായംകുളത്ത് BJPക്ക് താമര വിരിയണമെങ്കിൽ ശോഭാ സുരേന്ദ്രൻ തന്നെ വരണം. വേറെ ആരെ കൊണ്ടും കായംകുളത്ത് താമര വിരിക്കാൻ പോകുന്നില്ല. ശോഭ വന്നാൽ പോലും നല്ലൊരു ഫൈറ്റ് കാഴ്ചവെച്ചാലേ പിടിക്കാൻ പറ്റത്തുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷേ കായംകുളം മണ്ഡലത്തിൽ താമര വിരിയണമെങ്കിൽ വരേണ്ടത് ശോഭാ സുരേന്ദ്രനാണ്. പക്ഷേ എനിക്ക് അച്യുതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം പറഞ്ഞ അവസാനം, ഈ അച്യുത് പറഞ്ഞ 2 സ്ഥാനാർത്ഥികളുണ്ട്. VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറോ, തച്ചടി പ്രഭാകരന്റെ മകൻ ബിജു പ്രഭാകരോ UDF-ന്റെയും LDF-ന്റെയും സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ ഞാനിത് ഇപ്പൊ പറയാം എങ്കിൽ ശോഭയുടെ വിജയം, ശോഭയുടെ പിന്നെ ഭൂരിപക്ഷം ഒരു 10,000-ലധികം ഉണ്ടാവാൻ സാധ്യത. അതിന് സാധ്യതയുണ്ട്. VS അല്ല അരുൺകുമാർ, തച്ചടി പ്രഭാകരനല്ല ബിജു പ്രഭാകരൻ. അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു മണ്ഡലമല്ല കായംകുളം ഭയങ്കര പൊളിറ്റിക്കലാണ്. രാഷ്ട്രീയ മണ്ഡലം എന്ന് എടുത്ത് തന്നെ പറയാം. കാര്യം 2001 G സുധാകരൻ തോറ്റുപോയ മണ്ഡലമാണ്. എം ജയിച്ച മണ്ഡലമാണ്. പിന്നെ പറഞ്ഞാൽ ആലപ്പുഴയിലെ CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗ്രൂപ്പിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം കടന്നിട്ട് പൊളിറ്റിക്കലാണ്. ആലപ്പുഴയിലെ മത്സരങ്ങൾ എപ്പോഴും പൊളിറ്റിക്കലായിരിക്കും. ഒരു എപ്പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് ഒരിക്കലും ആലപ്പുഴ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. എല്ലാം നോക്കിയാൽ KC വേണുഗോപാലിന്റെ കാര്യമായാലും പിന്നെ ആലപ്പുഴ മണ്ഡലങ്ങളുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ പോലും എല്ലാവരും രാഷ്ട്രീയപരമായിട്ടാണ് ചിന്തിക്കുന്നത്. സ്ഥാനാർത്ഥി നോക്കുന്ന സമയത്ത് അതൊരു IAS ഉദ്യോഗസ്ഥൻ വന്നു കഴിഞ്ഞാൽ ബെറ്റർ ആവുന്ന കാര്യം ചിന്തിക്കാറില്ല. ഇപ്പോൾ പൊളിറ്റിക്കൽ ചിന്തിക്കുന്ന സമയത്ത് പൊളിറ്റിക്കലായ സ്ഥാനാർത്ഥി തന്നെ വേണം. നേരത്തെ പറഞ്ഞല്ലോ അരുൺകുമാറോ ബിജു പ്രഭാകരോ വരുന്നെങ്കിൽ നമുക്ക് എഴുതിത്തരാം, ഈസി വാക്കുമായിരിക്കും. പക്ഷെ ഒരു പൊളിറ്റിക്കൽ സ്ഥാനാർത്ഥി ആവാനാണ് സാധ്യത. എനിക്ക് ഈ അരുൺകുമാർ മത്സരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഒരു ചർച്ചകൾ ഇങ്ങനെ മാധ്യമങ്ങൾ തുറന്നു വിടുന്നു, കുടത്തിൽ നിന്ന് പുറത്തുവിട്ട ഭൂതത്തെ പോലെ. എന്തായാലും ഏറ്റവും കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് കായംകുളം. കായംകുളത്തിലൂടെ ശോഭാ സുരേന്ദ്രനിലൂടെ താമര വിരിയിക്കാൻ BJP കഴിയുമോ കായംകുളത്ത് എന്നതാണ് ഏറ്റവും ശ്രദ്ധയോടെ കേരളം നോക്കിക്കാണുന്ന ഒരു കാര്യം. നന്ദി.